ഹലോ ഗായ്സ്, നാളെ മൂന്നാവണമാണ്. അപ്പോൾ അതിൻ്റെതായ തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ ഇതാ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഒത്തുചേർന്നിട്ടാണ് പച്ചക്കറി കാര്യങ്ങളൊക്കെ അറിയാറ്. അങ്ങനെ അമ്മയും ചെറിയമ്മമാരെല്ലാവരോടും അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ നേരം വെളുത്ത് മൂന്നാവണമായിട്ടുണ്ട്. മൂന്നാവണത്തിൻ്റെ അന്ന് അനിയത്തിയും അതേപോലെ ആദ്യം കൂട്ടി തന്നെയാണ് പൂവിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് ഒരുപാട് ഇഷ്ടമാണ് പൂവിടാൻ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സദ്യയ്ക്ക് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ചിക്കൻ വരട്ടിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ചെറിയലും അതുപോലെ പപ്പടം കാച്ചിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. ഉപ്പുമാവും അതേപോലെ പപ്പടും ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ പായസം അടുപ്പത്താണ്, അതിനേക്കുള്ള തേങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയമ്മ. അതുപോലെ അനിയനും അതേപോലെ പാറും കൂടി ഇല തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല തുടക്കുന്ന ഇടയിൽ കൂടെ പാതിക്കൂട്ടൻ ചെറിയൊരു കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓലനും അതേപോലെ അവിയൽ, പപ്പടം, അങ്ങനെ ചുക്കുവെള്ളം, ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് അടുപ്പത്ത് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പായസത്തേക്കുള്ള ശർക്കരയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പായസമായിട്ട് ഇന്ന്. ചെറുപയർ പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്കുള്ള ശർക്കര ഇട്ടത് അടുപ്പത്തായിരുന്നു. പായസം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് വിധത്തിലുള്ള ഉപ്പേരിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കേബേജ് ഉപ്പേരി, അതേപോലെ പയറുപ്പേരി, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട്. അച്ഛനും കുട്ടച്ചന്മാരും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടാണ് വിളമ്പലൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് എല്ലാ വിഭവവും വിളമ്പിയിട്ടുണ്ട്. സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയായിരുന്നു. എല്ലാത്തിനും ഒന്നിനൊന്നിനും മെച്ചം എല്ലാ വിഭവങ്ങളും. അങ്ങനെ അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. രസം, അതേപോലെ വെള്ളം, പായസമൊക്കെ എടുത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അനിയത്തിമാരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ അനിയത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അനിയത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവളെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പാറുക്കുട്ടിക്ക് കളിക്കാൻ ഒരാളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് ആരെങ്കിലും പാറുവിന് കിട്ടിയാൽ, ആരെങ്കിലും കളിക്കാൻ കിട്ടിയാൽ പിന്നെ അവളെ സംസാരം നിൽക്കില്ല. അങ്ങനെ കുറേ നേരം സംസാരിക്കും. അതുപോലെ ഇതാ ചിക്കൻ വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പടത്തിൻ്റെ ആളെന്ന് പറയുന്നത് എൻ്റെ ചെറിയ അനിയത്തിയാണ്. അവൾക്ക് പപ്പടം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പായസം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്കും അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സും കുട്ടച്ഛൻ്റെ കുട്ടി എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട്. അതേപോലെ അനിയത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി റൂമിലിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യക്കൂട്ടനെ ഉറക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കൂട്ടൻ എണീറ്റിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡും കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആദ്യക്കൂട്ടൻ കഴിച്ചത് കേട്ടോ. അങ്ങനെ എന്താണെന്നല്ല, അവന് ഭയങ്കര ഉറക്കം, അപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ ഉറക്കിയതായിരുന്നു. അങ്ങനെ അത് ആദ്യക്കൂട്ടം കഴിച്ചു. അവൻ്റെ അങ്ങനെ ഓരോ ചോറിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നന്നായിട്ട് ചോറൊക്കെ വയറ് നിറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവൻ കളിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മേലൊക്കെ കഴിയേണ്ട ശേഷമാണ്. അപ്പോൾ അതാ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ്. അതിനുശേഷം സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതിന് ആദ്യം അതുപോലെ പാറും കൂടി പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.